ഹായ്. ഒരു എന്റർപ്രണർ ആവാന്നുള്ളത് പലരുടെയും ഒരു സ്വപ്നമാണ്. സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പലർക്കും പല റീസൺസ് ആയിരിക്കും. ഇവർ എല്ലാം ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂ എന്താണെങ്കിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു റീസെന്റ് സർവേ വായിച്ചിരുന്നു. ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവുന്നതിന്റെ മേജർ റീസൺ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് 94% ഓഫ് റീസൺ ഫസ്റ്റ് ഇയറിൽ ഫെയിൽ ആവുന്നത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മണി ഇസ് ദ ബ്ലഡ് ലൈൻ ഓഫ് എവറി ബിസിനസ്. ഞങ്ങളുടെ കൺസൾട്ടിംഗ് കമ്പനിയിൽ വരുന്ന ഒത്തിരി സ്റ്റാർട്ടപ്പ് എന്റർപ്രണേഴ്സ് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്. അവരോടൊക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാം. മൈസെൽഫ് മിൽട്ടൺ, മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആൻഡ് ട്രെയിനർ. ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് ഫണ്ട് കണ്ടെത്താം? ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ടിങ് ആണ് ബൂട്ട് സ്ട്രാപ്പിംഗ് അല്ലെങ്കിൽ സെൽഫ് ഫണ്ടിങ് എന്നെല്ലാം തന്നെ വിളിക്കും. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു കുറി വയ്ക്കുകയോ അല്ലെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയോ നിങ്ങളൊരു ഡ്രീം, ഒരു ബിസിനസ്, ഒരു എന്റർപ്രണർ ആവാനുള്ള ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് സേവിങ്സ് ഒക്കെ നടത്തും. അങ്ങനെ ആ സേവിങ്ങിലൂടെ നിങ്ങളൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് സെൽഫ് ഫണ്ടിങ് ആണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെൽഫ് ഫണ്ടിങ് ആണ് ഒരു നല്ല ഓപ്ഷൻ. നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ബൂട്ട് സ്ട്രാപ്പിംഗ് തന്നെയാണ്. കാരണം നമുക്ക് ലയബിലിറ്റീസ് വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിന് നമ്മൾ തന്നെ ഫണ്ട് ഇറക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ്. പക്ഷെ ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് ഫണ്ട് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യമാണ് സെൽഫ് ഫണ്ടിങ് അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പിംഗ്. രണ്ടാമത്തെ കാര്യമാണ് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം അല്ലാതെ യൂസിലാണ് ആദ്യം വന്നത്. ക്രൗഡ് ഫണ്ടിങ് ഒരുപാട് ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. ലൈക്ക് കീറ്റോ, വിഷ്ബറി, ഇൻഡിഗോഗോ, മെലാഫ് പോലെയുള്ള ഒത്തിരി ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരിക്കും. ഈ പ്ലാറ്റ്ഫോംസിലെല്ലാം നിങ്ങളുടെ ബിസിനസിന്റെ പ്രൊജക്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ പ്ലാനും എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. വൺസ് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ബിസിനസ്സിലോട്ട് വരും. ഈ ക്രൗഡ് ഫണ്ടിങ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഇത് കൂടുതൽ നന്നാവുക ഒരു സോഷ്യൽ എന്റർപ്രണർഷിപ്പ് മോഡൽസിനോ അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് ഇനിഷ്യേറ്റീവ്സിനൊക്കെയാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക. ഇനി മൂന്നാമത് എന്താണെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്? ഇപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ യാഹു, ആലിബാബ പോലെയുള്ള കമ്പനികളെല്ലാം വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ബിസിനസ്സിലോട്ട് അവർ നിങ്ങളൊരു പ്രോജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസിന്റെ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. മാക്സിമം ഒരു 30% ഓഫ് ഷെയർ ഒക്കെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ നിങ്ങളൊരു ഇൻവെസ്റ്റർ മാത്രമല്ല ആവുന്നത്, നിങ്ങളൊരു മെന്ററും കൂടി ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിന് ഉപകാരപ്പെടും. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഫോറം ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അടുത്താണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും പലപ്പോഴും സിനോണിമസ് ആയിട്ട് ആൾക്കാർ വിചാരിക്കാറുണ്ട്, എങ്കിലും ഇത് ഡിഫറെന്റ് ഉണ്ട്. എന്താണെങ്കിൽ വെഞ്ചർ ഇൻവെസ്റ്റ്മെന്റ്, വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചൊരു വൈഡർ ടേമാണ്. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ടൽസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഒത്തിരി ഉണ്ട്. അതായത് നെക്സസ് വെഞ്ചർ ക്യാപിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്, ബ്ലൂം പ്ലാറ്റ്ഫോം ഉണ്ട്, ആസസ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇതേപോലെ ഒത്തിരി വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ് ഉണ്ട്. അവര് ഒരു 5 to 6 yearsന്റെ ഉള്ളിലൊക്കെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇനി അടുത്താണ് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലേറ്റേഴ്സ് എന്ന് പറയുന്നത് സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. എല്ലാ പ്രൊമിനന്റ് സിറ്റീസിലും നിങ്ങൾക്ക് ഇൻക്യുബേറ്റേഴ്സ് കാണാൻ പറ്റും. നമ്മുടെ എല്ലാ സർക്കാരുകളും അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഇൻക്യുബേറ്റേഴ്സ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു 3 to 4 months എടുക്കുന്ന ഒരു പ്രോസസ്സാണ്.
അവർ നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളൊരു എന്റർപ്രണർ ആവാനുള്ള കേപ്പബിലിറ്റീസ് എല്ലാം നിങ്ങളിൽ വളർത്തിയെടുക്കും. അതായത് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്ന പോലെയാണ് ഈ ഇൻക്യുബേറ്റേഴ്സിലെല്ലാം ഒരു ബിസിനസ് ഐഡിയ വളർത്തി ഒരു ബിസിനസ് ആക്കി കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഫണ്ടിങ് നിങ്ങൾക്ക് അവൈലബിലിറ്റി ആയിട്ട് കിട്ടും. ആക്സിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ജെയിൻ ലീപ്പിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് ആക്സിലേറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രം, കൊച്ചി, തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്ററിനറി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കാലിക്കറ്റ്, ഇവിടെ ഇങ്ങനെ പ്രൊമിനന്റ് സിറ്റീസിലെല്ലാം ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി അടുത്താണ് CSR ഫണ്ടിങ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം 1000 CR ടേൺ ഓവർ ഉള്ള എല്ലാ കമ്പനീസും 2% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കമ്പനീസും അവരൊരു CSRന്റെ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അവർ പല സ്റ്റാർട്ടപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ബിസിനസ്സിനെയും CSR പ്രൊജക്റ്റ് ഫണ്ടിങ് നമുക്ക് ലഭിക്കത്തില്ല. കാരണം ഞാൻ ആദ്യമേ ഒരു കേസിൽ പറഞ്ഞിരുന്നു, വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സോഷ്യൽ എന്റർപ്രണർഷിപ്പ് മോഡൽസിനെയാണ് CSR പ്രൊജക്റ്റും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഞാൻ നേരത്തെ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞിരുന്നു. CSRന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കൂടുതൽ അപ്ലിക്കബിൾ ആയിരിക്കുക, CSR ഫണ്ടിങ്. ഇനി മറ്റേതെല്ലാം രീതിയിലൂടെ നമുക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റും. ഇനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഫണ്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, ഡിവിഡൻഡ് കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു മോഡലാണ് ബാങ്ക് ലോൺ. എല്ലാ ബാങ്കുകളും നിങ്ങൾക്ക് ബിസിനസ് ലോൺ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ HDFC ആണെങ്കിലും, ICICI ബാങ്ക് ആണെങ്കിലും, ആക്സിസ് ബാങ്ക് ആണെങ്കിലും, ബാങ്ക് ഓഫ് ബറോഡ, ഇങ്ങനെ ബാങ്കുകളെല്ലാം തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വയ്ക്കാം, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ടിനെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്. ഇനി മറ്റൊരു സോഴ്സാണ് ഈ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ NBFC, നിധി കമ്പനികളെല്ലാം ബിസിനസ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാങ്ക് ലോണും ഈ മൈക്രോ ഫിനാൻസ് NBFC തമ്മിൽ ഡിഫറൻസ് എന്താണ്? NBFC ഫോർമാലിറ്റീസ് കുറവായിരിക്കും, പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ബിസിനസ് ലോണിന് കൊളാറ്ററൽ സെക്യൂരിറ്റി അവർ ആവശ്യപ്പെടും, ഭൂരിഭാഗം കേസിലും ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ്. പിന്നെയാണ് ഗവൺമെന്റ് ഫിനാൻസിങ് ഉണ്ട്, ഗവൺമെന്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുദ്ര ലോൺ, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ, ലേഡീസിന് വേണ്ടി സ്റ്റാൻഡപ്പ് ഇന്ത്യ, അല്ലെങ്കിൽ KSCDM വഴി, അല്ലെങ്കിൽ SIDBI വഴി എല്ലാം ഗവൺമെന്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിനും സബ്സിഡിയും കിട്ടുന്നുണ്ട്. അത് ഫീമെയിലിനും മെയിലിനും പല ഇൻഡസ്ട്രി വൈസും നിങ്ങൾക്ക് സബ്സിഡി ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ സബ്സിഡി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ടാണ് അതിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത്, ബിസിനസ് പ്ലാൻ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിനെല്ലാം വിഭിന്നമായിട്ട് നമുക്ക് വേറെ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? എനിക്ക് ലോണും ഇതൊന്നും എടുക്കാതെ തന്നെ എനിക്ക് കണ്ടെത്താൻ പറ്റുമോ? അതിന് മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നിങ്ങൾക്ക് പ്രീസെയിൽ, നിങ്ങൾ പ്രൊഡക്റ്റ് ഓറിയന്റഡ് കമ്പനീസിനെയാണ് അത് കൂടുതൽ ഉപകാരപ്പെടുക. നിങ്ങൾ പ്രൊഡക്റ്റ് എസ്റ്റാബ്ലിഷ് ഇൻ ദ സെൻസ് പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം, പ്രീസെയിൽ ചെയ്യാം. അതൊരു ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴിയോ മറ്റെന്തെങ്കിലും മീഡിയ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ബുക്കിംഗ് എടുക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഒരുപാട് ഫണ്ട് എത്തിക്കാൻ സഹായിക്കും. അപ്പൊ ഈ എല്ലാ മീഡിയ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സോഴ്സ് ഉണ്ട്. നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ സെൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാവുന്നതാണ്. ഫണ്ടിങ്ങിന് നിങ്ങൾ മറ്റൊരു സോഴ്സ് കണ്ടിട്ടുണ്ടായി, വിന്നിംഗ് കോൺടെസ്റ്റുകൾ. അതായത് ലോകത്ത് ആകമാനം ആയിട്ട് ഇതേപോലെ ഇനീഷ്യേറ്റീവ് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിനെല്ലാം കോൺടെസ്റ്റുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാസ്കോം 10,000 സ്റ്റാർട്ടപ്പ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ബിസ്പാർക്സ് പോലെയുള്ള കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആ കോൺടെസ്റ്റിൽ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് വേണ്ട ഫണ്ടിങ് അവർ പ്രൊവൈഡ് ചെയ്യും. അതും നല്ലൊരു മേഖലയാണ്. പലരും അത് എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ വിന്നിംഗ് കോൺടെസ്റ്റും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഈ എല്ലാ മീഡിയയും നിങ്ങൾക്ക് ഒരു മീഡിയ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആയില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മീഡിയ ട്രൈ ചെയ്യണം. നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ഒരു ബിസിനസ്സിന്റെ സക്സസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ എല്ലാം ആണ്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ നെവർ ഗീവ് അപ്പ്, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഡോർ അടഞ്ഞാലും മറ്റൊരു ഡോർ നിങ്ങൾക്ക് തീർച്ചയായും തുറക്കും. നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.